24-ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നോക്കാം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 290 പേരാണ് പത്രിക സമർപ്പിച്ചത്. ഏപ്രിൽ 8-ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കും. അതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകും. ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. 22 പേരാണ് പത്രിക നൽകിയത്. ഏറ്റവും കുറവ് ആലത്തൂരിലാണ്. 8 പേരാണ് പത്രിക നൽകിയത്. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയാണ് മുന്നണികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. നീതിയുടെ 5 തൂണുകൾ എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയാകും പ്രഖ്യാപനങ്ങൾ. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ എന്നിവരുടെ ക്ഷേമം, സമത്വം എന്നിവയ്ക്കായിരിക്കും മുൻഗണന. യുവാക്കൾക്ക് തൊഴിൽ അവകാശമായി പ്രഖ്യാപിക്കും. സർക്കാർ ജോലിയിലെ നിയമനത്തിൽ സുതാര്യത ഉറപ്പാക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില, ജാതി സെൻസസ് തുടങ്ങിയവയാകും പ്രധാന പ്രഖ്യാപനങ്ങൾ. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തും. പാലയടക്കം 3 മുഖ്യമന്ത്രി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുക. LDF സ്ഥാനാർത്ഥിയെന്ന് പറയാതെ വോട്ടർമാരിൽ നീക്കമാണ് തോമസ് ചാഴികാടനും കേരള കോൺഗ്രസ് എമ്മും നടത്തുന്നതെന്നാണ് UDF ആരോപിക്കുന്നത്. ഈ ആരോപണം സജീവമാകുന്നതിനിടയിലാണ് തോമസ് ചാഴികാടന് വേണ്ടി പിണറായി വിജയൻ തന്നെ കോട്ടയത്തേക്ക് എത്തുന്നത്. 3 ഇടങ്ങളിലാണ് മുഖ്യമന്ത്രി LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പാലായിലെ നവകേരള സദസ്സിൽ തോമസ് ചാഴികാടനെ ശകാരിച്ച ശേഷം വീണ്ടും പാലായിലേക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ എന്തു പറയുമെന്ന് ഉറ്റുനോക്കുകയാണ് എതിർ പാർട്ടികൾ. അതേസമയം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ മുന്നണികളുടെ പ്രചാരണം ആവേശത്തിലായിട്ടുണ്ട്. വാഹന പ്രചാരണങ്ങളാണ് 3 സ്ഥാനാർത്ഥികളും നടത്തുന്നത്. മണ്ഡലത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഓടിയെത്താനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. 24 കോട്ടയം. മലപ്പുറം ജില്ലയിലെ ഗ്രൂപ്പ് പോര് പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമങ്ങൾ തുടങ്ങി. കോൺഗ്രസിലെ തമ്മിലടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് പരാതിപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രശ്നപരിഹാരത്തിന് നേതൃത്വത്തിന്റെ ഇടപെടൽ. മലപ്പുറം ജില്ലയിലെ മംഗലം, വെട്ടം, മേലാറ്റൂർ, എടപ്പറ്റ, കീഴാറ്റൂർ, അങ്ങാടിപ്പുറം, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലാണ് കോൺഗ്രസിൽ തർക്കം രൂക്ഷം. മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനത്തെ ചൊല്ലി ആര്യാടൻ ഷൗക്കത്ത് പക്ഷവും ഔദ്യോഗിക വിഭാഗവും തമ്മിലാണ് തർക്കം. ഇത് മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചതോടെയാണ് മുസ്ലിം ലീഗ് പരാതിയുമായി കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കുമെന്ന് DCC ലീഗിന് ഉറപ്പു നൽകി. പ്രചരണം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മുന്നണിക്കകത്തും പാർട്ടിക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിനൊക്കെ പരിഹാരം ഉണ്ടായി. നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ. എല്ലാവരും പ്രചരണ പരിപാടിയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. UDF മണ്ഡലം ചെയർമാൻ പദവിയെ ചൊല്ലി പരപ്പനങ്ങാടിയിൽ നിലനിന്ന തർക്കം കോൺഗ്രസ് പരിഹരിച്ചു. മറ്റിടങ്ങളിലെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ലീഗ് നേതൃത്വത്തിന് ഉറപ്പു നൽകി. കൊണ്ടോട്ടി ഉൾപ്പെടെ ലീഗ് കോൺഗ്രസ് പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലും അടിയന്തര പരിഹാരത്തിനാണ് UDF ജില്ലാ കമ്മിറ്റിയുടെ നീക്കം. സമീർ ബിൻ കരീം, 24 തിരൂർ. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് ഭീഷണിയായി അപരന്മാർ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോഴാണ് സമാന പേരുള്ള 2 പേർ കൂടി മത്സരരംഗത്തുണ്ടെന്ന് വ്യക്തമായത്. 1 2 അപരന്മാരാണ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി K ഫ്രാൻസിസ് ജോർജിന് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. കോട്ടയം കൂവപ്പള്ളി സ്വദേശി ഫ്രാൻസിസ് ജോർജാണ് UDFനെ ഇതിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. മറ്റൊരാൾ തൃശൂർ കേച്ചേരി സ്വദേശി ഫ്രാൻസിസ് E ജോർജാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസമായ ഇന്നലെയാണ് 2 പേരും പത്രിക നൽകിയത്. അതീവ രഹസ്യമായിട്ടുള്ള നീക്കം ചെറുക്കാൻ അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയായ K ഫ്രാൻസിസ് ജോർജിനും സാധിച്ചില്ല. അപരന്മാരെ ഇറക്കിയതിന് പിന്നിൽ LDFന്റെ പരാജയ ഭീതിയാണെന്ന ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. എന്നാൽ LDF നേതൃത്വം ഇത് നിഷേധിച്ചു.
ചിഹ്നം കൂടി ലഭിക്കാത്ത സാഹചര്യത്തിൽ അപരന്മാരുടെ ശല്യം UDFന് തലവേദനയാകും. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തി പത്രിക പിൻവലിപ്പിക്കാനുള്ള ശ്രമം UDF നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞു. ടോബി ജോൺസൺ, 24 കോട്ടയം. തനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നുവെന്ന് കാണിച്ച് ഡൽഹി സർക്കാരിനെതിരെ കേന്ദ്രത്തിന് കത്തയച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന. തനിക്ക് അധികാരമില്ലാത്ത വിഷയങ്ങളിൽ പോലും പ്രതിസ്ഥാനത്ത് നിർത്തി കേസ് നൽകുന്നുവെന്നാണ് ആരോപണം. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഈ ലഫ്റ്റനന്റ് ഗവർണർ നൽകിയ കത്തിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലഫ്റ്റനന്റ് ഗവർണർ പറയുന്നത് തനിക്കെതിരെ നൽകുന്ന കേസുകൾ, തന്നെ എതിർകക്ഷിയാക്കി നൽകുന്ന കേസുകൾ, ആ കേസുകളിൽ പലതും ദുരുപദിഷ്ടിതമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉള്ളതാണ്. അതിൽ ഈ ഡൽഹി ജലനിധി കേസ് അടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഭവം അത് ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാര പരിധിയിൽ വരുന്ന ഒന്നല്ല. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഫയൽ ഒരു സമയത്തും തന്റെ ഓഫീസ് കണ്ടിരുന്നതും അല്ല. അങ്ങനെയുള്ള വിഷയത്തിൽ പോലും താൻ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന രീതിയിൽ കത്ത് നൽകുകയും തുടർന്ന് അതിന്റെ ഭാഗമായിട്ട് കേസ് നൽകുകയും ചെയ്യുന്നു. ഇത് തന്നെയും തന്റെ പദവിയെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. ജുഡീഷ്യറിക്ക് മുന്നിൽ താൻ കുറ്റക്കാരനാണ് എന്ന് വരുത്തി തീർക്കുക എന്ന അജണ്ട അത് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വേണ്ട തീരുമാനം കൈക്കൊള്ളണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനോടുള്ള ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ അഭ്യർത്ഥന. തനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നു എന്ന് കാണിച്ചാണ് ഡൽഹി സർക്കാരിനെതിരെ കേന്ദ്രത്തിന് ലഫ്റ്റനന്റ് ഗവർണർ കത്തയച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് R രാധാകൃഷ്ണൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ആഴ്ചയിൽ 5 തവണ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്താൻ അനുമതി തേടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ED ഇന്ന് മറുപടി നൽകും. നിലപാടറിയിക്കാൻ EDയോട് റൌസ് അവന്യൂ കോടതി നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ 2 തവണ മാത്രമാണ് അഭിഭാഷകരെ കാണാൻ കെജ്രിവാളിന് അനുവാദമുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിലായി തനിക്കെതിരെയുള്ള കേസുകളിൽ നിയമപരമായ കാര്യങ്ങൾ തീർപ്പാക്കേണ്ടതുണ്ട് എന്നും ഇതിനായി അഭിഭാഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കൂടുതൽ ദിവസം അനുവദിക്കണമെന്നുമാണ് കെജ്രിവാൾ ഹർജിയിൽ പറയുന്നത്. വിവാദ ചിത്രം ദി കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ CPIM-ഉം കോൺഗ്രസും രംഗത്ത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. ചിത്രം പ്രദർശിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനം എന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. സുദീപ് തോസൻ രചനയും സംവിധാനവും നിർവഹിച്ച ദി കേരള സ്റ്റോറി തിയേറ്ററുകളിലെത്തിയപ്പോഴും വിവാദം സൃഷ്ടിച്ചിരുന്നു. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നാണ് വിമർശനം. ഏപ്രിൽ 5-ന് ചിത്രം സംപ്രേഷണം ചെയ്യുമെന്ന് ദൂരദർശൻ. ഇതോടെ ദി കേരള സ്റ്റോറി വീണ്ടും ചർച്ചയാവുകയാണ്. ഔദ്യോഗിക മാധ്യമത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. BJP സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചാരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശനെന്നും മുഖ്യമന്ത്രി. ചിത്രം പ്രദർശിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു നാടിനെ അപഹസിക്കുന്ന ഇത്തരം ഒരു സിനിമ സാധാരണ നിലയിൽ കാണിക്കാൻ പാടുള്ളതല്ല. എല്ലാ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും ലംഘിച്ച് ഞങ്ങൾക്കിതിനെല്ലാമുള്ള അവകാശമുണ്ട് എന്നാണ് ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ ശ്രമിക്കുന്ന വർഗീയവാദികൾ, അതിന്റെ തന്നെ ഏറ്റവും പ്രമുഖ നേതാവായ നരേന്ദ്രമോദി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രം ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നത് ഭിന്നിപ്പ് ലക്ഷ്യമിട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേന്ദ്രം ദൂരദർശനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്നും വിമർശനം. UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. BJPയുടെ വില കുറഞ്ഞ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ലെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. 24 തിരുവനന്തപുരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും കൌൺസിലർ PK ഷാജിനെയും ED ഇന്ന് ചോദ്യം ചെയ്തേക്കും. ഇരുവരോടും കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. MM വർഗീസിന് നേരത്തെയും നോട്ടീസ് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പായതിനാൽ ഈ മാസം 26 വരെ ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീത VG ചേരുകയാണ്. വിനീത, MM വർഗീസിന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പായതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നത്. ഇന്ന് ഇരുവരും ഹാജരാകുമോ?
ഗോപിക, ഇന്ന് രാവിലെ 10 മണിക്കുള്ളിൽ രണ്ടുപേരോടും ഈ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകണമെന്നാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗോപിക സൂചിപ്പിച്ചതുപോലെ തന്നെ MM വർഗീസിന് നേരത്തെ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഹാജരാകാൻ കഴിയില്ല എന്നും സാവകാശം തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് MM വർഗീസ് ആ നോട്ടീസിന് മറുപടി നൽകിയിരുന്നത്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ തിരക്കുകളുണ്ടെന്നായിരുന്നു അതിന് നൽകിയിരുന്ന വിശദീകരണം. പക്ഷേ EDയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിലയിരുത്തൽ MM വർഗീസ് ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ ചുമതലകൾ വഹിക്കുന്ന ആളോ അല്ല. ആ പശ്ചാത്തലത്തിൽ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് EDയുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ED MM വർഗീസിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഈ ബാങ്കിൽ ചില അനധികൃതമായിട്ടുള്ള ചില അക്കൗണ്ടുകളുണ്ട് എന്ന് ED കണ്ടെത്തിയിരുന്നു. ഈ കമ്മീഷൻ തുക ഉൾപ്പെടെ ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നും അതിനെക്കുറിച്ച് ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിന് അതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ അറിയാമെന്നും ഒക്കെയാണ് EDയുടെ ഒരു വിലയിരുത്തൽ. ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും മറ്റുമായാണ് MM വർഗീസിനെ ED ചോദ്യം ചെയ്യാനായി ഒരുങ്ങുന്നത്. ഇതിനു മുൻപും MM വർഗീസിന് ED നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. MM വർഗീസിന് പിന്നാലെ തന്നെ കൗൺസിലർ PK ഷാജിനെയും ചോദ്യം ചെയ്യാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരുവരോടും ഇന്ന് കൊച്ചിയിലെ ED ഓഫീസിൽ എത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ MP PK ബിജുവിനെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിശദാംശങ്ങൾ ഉൾപ്പെടെയായിരിക്കും മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇന്ന് ഇരുവരോടും ED വിവരങ്ങൾ തേടുക. PK ബിജുവിന് തിങ്കളാഴ്ച ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗോപിക, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും കൗൺസിലർ PK ഷാജിനെയും ഇന്ന് ED ചോദ്യം ചെയ്തേക്കും. വാർത്തയുടെ വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് വിനീത VG നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. RSS പ്രവർത്തകരായ 3 പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്താണ് സർക്കാർ അപ്പീൽ നൽകിയത്. ചില ജഡ്ജിമാർ മലയാള ഭാഷ നന്നായി അറിയാത്തവർ ആയിരുന്നുവെന്നും സാക്ഷിമൊഴി കോടതിക്ക് ആയില്ല എന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. കൊലപാതകത്തിൽ വിഷലിപ്തമായ വർഗീയ ലക്ഷ്യമുണ്ട്. മതസൗഹാർദ്ദത്തെ ഉലച്ച കൊലപാതകമെന്നും സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പീൽ കാലയളവിൽ പ്രതികളെ റിമാൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാർ പ്രത്യേക ഹർജിയും ഫയൽ ചെയ്തു. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജയസിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് ജയപ്രകാശ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. CBI അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട് എന്ന് ജയപ്രകാശ് ആരോപിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ CBI എന്നിവരാണ് ഹർജിയിലെ എതിർകക്ഷികൾ. താമരശ്ശേരി ചുരത്തിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്നെത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സമീർ C മുഹമ്മദ് ഉണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സമീർ, എപ്പോഴായിരുന്നു അപകടം? 2 പേർക്ക് മാത്രമാണോ പരിക്കേറ്റിട്ടുള്ളത്? ഗോപിക, ഇന്ന് പുലർച്ചെ 1:30 അപകടം. കർണാടകയിൽ നിന്ന് വാഴക്കുല കയറ്റി വന്ന പിക്കപ്പ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. 4-ാം ചുരത്തിൽ നിന്ന് 2-ാം വളവിലേക്ക് മറിയുകയായിരുന്നു. ഈ ചുരത്തിലുണ്ടായിട്ടുള്ള അപകടത്തിലാണ് വലിയ രീതിയിൽ 2 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഈ 2 പേരും മൈസൂർ സ്വദേശികളാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ 4-ാം വളവിൽ നിന്ന് 2-ാം വളവിലേക്ക് പതിച്ചതോടെ വാഹനം പൂർണ്ണമായും തകർന്നു. ഇതിനകത്ത് ഡ്രൈവറും സഹായിയുമാണ് ഉണ്ടായിരുന്നത്. ഈ 2 പേർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ ഈങ്ങാപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായ സാഹചര്യത്തിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില സംബന്ധിച്ച് വൈകാതെ നമുക്ക് അവരുടെ വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നേരിയ തോതിൽ ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ക്രെയിൻ എത്തിച്ചതിന് ശേഷമായിരിക്കും വാഹനം പൂർണ്ണമായും മാറ്റുകയും ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ കഴിയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വശത്തേക്ക് മാത്രമായാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. വൈകാതെ തന്നെ ക്രെയിൻ എത്തിച്ച് വാഹനം മാറ്റുന്നതോടെ ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും. ഗോപിക, താമരശ്ശേരി ചുരത്തിലാണ് ഇത്തരത്തിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് അപകടമുണ്ടായത്. 2 പേർക്കാണ് പരിക്കേറ്റത്. താമരശ്ശേരി ചുരത്തിൽ ഇതിന്റെ ഭാഗമായി ചെറിയ രീതിയിൽ ഗതാഗത നിയന്ത്രണം ഉണ്ട്. സമീർ C മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അരുണാചൽ പ്രദേശിൽ 3 മലയാളികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ദുർമന്ത്രവാദം തന്നെ എന്ന നിഗമനത്തിലേക്ക് പോലീസ്. മരിച്ച നവീന്റെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. ചില വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചതായാണ് വിവരം. 3 പേരും മരണാനന്തര ജീവിതം എന്ന ആശയത്തിൽ ആകൃഷ്ടരായിരുന്നു. ഇവർ മരിക്കാനായി തെരഞ്ഞെടുത്ത ജിറോ താഴ്വരയിലെ ഹോട്ടലിന് സമീപം ബ്ലാക്ക് മാജിക് കേന്ദ്രങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നവീന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയം മീനടം വലിയ പള്ളിയിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് സംസ്കാരം. വീണ്ടും വാർത്തകളിലേക്ക്. ഗസയിലെ വെടിനിർത്തലിൽ ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക. ഗസയിലെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അമേരിക്കൻ നയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മധു, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഗുഡ് മോർണിംഗ് ഗോപിക. ഗസയിലെ ഈ മാനുഷിക പ്രവർത്തകർ കൊല്ലപ്പെട്ടതോടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് സ്വന്തം പാർട്ടിക്കുള്ളിൽ, അതായത് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദമായിരുന്നു ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ. ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തിവെക്കണമെന്ന് വരെയുള്ള ആവശ്യമുണ്ടായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ബൈഡനും നെതന്യാഹുവും തമ്മിൽ ഇന്ന് അരമണിക്കൂർ ടെലിഫോണിൽ ഈ ചർച്ച നടക്കുന്നത്. ഗസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണം, അതുപോലെ ഹമാസ് തടങ്കലിലുള്ള ബന്ദികളെയൊക്കെ വിട്ടുകിട്ടുവാനുള്ള കരാറിൽ തീരുമാനമുണ്ടാക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട ബൈഡൻ ഈ മാനുഷിക ദുരിതങ്ങൾ കുറയ്ക്കുവാനും ഗസയിൽ സഹായം എത്തിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുവാനും കൃത്യമായ പദ്ധതികൾ ഉടൻ പ്രഖ്യാപിക്കണം, അതുപോലെ അത് നടപ്പിലാക്കണമെന്നും പറഞ്ഞു. ഗസയിലെ പൗരന്മാരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അമേരിക്കയുടെ ഇസ്രായേലിനോടുള്ള നയം പുനഃപരിശോധിക്കേണ്ടി വരുമെന്നാണ് ബൈഡൻ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ആവശ്യപ്പെട്ടതായിട്ടാണ് വൈറ്റ് ഹൗസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഗോപിക, ഗസയിലെ വെടിനിർത്തലിൽ ഇസ്രായേലിനെതിരെ ഏതായാലും നിലപാട് ഘടിപ്പിക്കുകയാണ് അമേരിക്ക. ഗസയിലെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് ആവശ്യം. മധു കൊട്ടാരക്കരയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ജസ്ന തിരോധാന കേസിൽ പിതാവ് നൽകിയ ഹർജി തിരുവനന്തപുരം CBI കോടതി ഇന്ന് പരിഗണിക്കും. CBI അന്വേഷണം കാര്യക്ഷമമല്ല എന്നാണ് തിരുവനന്തപുരം CJM കോടതിയിൽ നൽകിയ ഹർജിയിലെ ആരോപണം. മറുപടി നൽകാൻ CBI സമയം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് മറുപടി നൽകിയേക്കും. കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി ഫയൽ ചെയ്ത സ്വകാര്യ ഹർജിയും കോടതിയുടെ പരിഗണനയിലാണ്. ജസ്നയെ അജ്ഞാത സുഹൃത്ത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത CBI അന്വേഷിച്ചിട്ടില്ല എന്ന് പിതാവ് ആരോപിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ സമരം ഇന്ന് 5ാം ദിനം. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്നാരോപിച്ചാണ് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിലെ സമരം. സർക്കാർ തലത്തിൽ അറിയിപ്പ് ലഭിക്കാതെ നിയമനം സാധ്യമാകില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. ICU പീഡനത്തിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിന് പിന്നാലെ അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചാണ് സ്ഥലം മാറ്റത്തിനെതിരെ ഉത്തരവ് നേടിയത്. സംസ്ഥാനത്ത് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. സംസ്ഥാനത്തെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തി. 40.7 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലെ പാലക്കാട്ടത്തെ ചൂട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കേരള തീരത്ത് 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം. തിരുവനന്തപുരത്ത് CPIMന്റെ നിയന്ത്രണത്തിലുള്ള ഊരുട്ടമ്പലം സഹകരണ ബാങ്കിൽ ക്രമക്കേടെന്ന് പരാതി. ബോർഡ് അംഗങ്ങളുടെ ബന്ധുക്കൾക്ക് രേഖയില്ലാതെ പണം നൽകിയെന്നാണ് ആരോപണം. സഹകരണ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലും ക്രമക്കേട് കണ്ടെത്തി. ബാങ്കിലെ നിക്ഷേപകരറിയാതെ ബന്ധുക്കൾക്കും ഇഷ്ടക്കാർക്കും പണം നൽകിയതായാണ് പരാതി. ബാങ്കിലെ MDs എന്ന ചിട്ടിപ്പദ്ധതിയിൽ ക്രമക്കേട് നടന്നതായാണ് ആരോപണം. സംഭവത്തിൽ നിക്ഷേപകരും കോൺഗ്രസ് വാർഡ് അംഗങ്ങളും സഹകരണ രജിസ്ട്രാറിന് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണവും നടത്തി. നിക്ഷേപകരായ മഹാലക്ഷ്മി, അഭിരാമി, രേവതി, രാജശ്രീ എന്നിവരാണ് പരാതിക്കാർ. അവിടുത്തെ ഡെയിലി കളക്ഷൻ ഏജന്റായ ശ്രീരേഖ എടുത്ത് തുടർന്ന് കെട്ടുകയും അത് മോളടച്ച തുകയിൽ നിന്നും 90% ലോണ് ശ്രീരേഖ എടുത്തതായി കണ്ടു. അപ്പം മകളുടെ പേരിലാണല്ല. അപ്പം ഞങ്ങളുടെ ബാധ്യത തീർത്തിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പം പ്രസിഡന്റ് സെക്രട്ടറിയും മാപ്പ് പറഞ്ഞ് ഒരിക്കലത്തേക്ക് മാപ്പാണ്, ഞങ്ങൾ പൈസ തരും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾ തിരിച്ചു കൊടുക്കും. ഞങ്ങളങ്ങനെ ARന് പരാതി കൊടുക്കും. 100 ചിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ 39 ചിട്ടി കെട്ടി. ഇന്ന് വരെ ആ പൈസ കിട്ടിയിട്ടില്ല. എടുത്ത ആൾ ഈ കൊടുത്ത ആൾ ആ പൈസ അങ്ങ് വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ ചിട്ടിയുടെ പൈസ അവർ എടുത്തതാണ്. അത് നമ്മളറിയാതെ ഡിസംബർ മാസം 5-ാം തീയതി വ്യാജ ഒപ്പിട്ട് അതിൽ നിന്ന് പൈസ പണാപകരണം നടത്തിയിരിക്കുകയാണ്. സെക്രട്ടറിയും പ്രസിഡന്റും ബോർഡ് മുഖന്മാരും ക്യാഷ്യറും അറിയാതെ ഈ പൈസകളൊന്നും പോകില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ക്രമക്കേട് കണ്ടെത്തിയെങ്കിലും ഒരു നടപടിയുമില്ലെന്ന് സഹകാരികൾ. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പരാതി ചെവിക്കൊണ്ട മട്ടില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിച്ചിരുന്നു. ബാങ്ക് ഓരോ വർഷവും കൂടുതൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. പരസ്പര ജാമ്യത്തിൽ വായ്പ അനുവദിക്കാവുന്നത് പരമാവധി 5000 രൂപയായിരിക്കെ ലക്ഷക്കണക്കിന് രൂപ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരുടെ പേരിൽ പരസ്പരം ജാമ്യം നിൽക്കുന്നതായി കാണിച്ച് ലക്ഷക്കണക്കിന് രൂപ അവിടെ വായ്പ കൊടുത്തിരിക്കുന്നു.
ബാങ്ക് നിക്ഷേപകരുടെ വ്യാജ ജാമ്യപത്രം ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയെന്നും സ്ഥലത്തില്ലാത്തവരുടെ പേരിലും പണം കൈപ്പറ്റിയെന്നുമാണ് പ്രധാന ആരോപണം. നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിക്കാനെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. കണ്ടലയിലും കരുവന്നൂരിലും നടന്ന പോലെ സമഗ്ര അന്വേഷണം വേണമെന്നാണ് സഹകാരികളുടെ ആവശ്യം. 24 തിരുവനന്തപുരം. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പന്തൽ കാൽനാട്ടൽ കർമ്മം ഇന്ന് തെക്കേ സ്വരാജ് റൗണ്ടിലാണ് പന്തൽ നിർമ്മിക്കുക. മേക്കാവ് മേൽശാന്തി കാരേക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമി പൂജ നടത്തും. രാവിലെ 9-നും 10-നും ഇടയിലാണ് കാൽനാട്ടൽ കർമ്മം നടക്കുക. പൂരത്തിനോടനുബന്ധിച്ചുള്ള പ്രദർശനം ആരംഭിച്ചു. ഈ മാസം 13-ന് പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും പൂരം കൊടിയേറും. ഈ മാസം 19-നാണ് ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോമ്പ് തുറക്കാനായി മലപ്പുറം വേങ്ങര ഇരുകുളത്തെത്തിയാൽ നല്ല ഔഷധ ഗുണമുള്ള മസാല കഞ്ഞി കുടിക്കാം. ഇരുകുളം ജുമാ മസ്ജിദാണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ദിവസവും 1000-ലധികം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. നോമ്പ് തുറക്ക് മലബാറിലെവിടെയും ഈ ഔഷധക്കഞ്ഞി അത്ര വ്യാപകമല്ല. തമിഴ്നാട്ടിലെ നോമ്പ് വിഭവമാണിത്. ഔഷധക്കഞ്ഞി മലപ്പുറത്ത് എത്തിച്ചത് ഇരുകുളം മഹല്ലുകാരനവർ അലവി ഹാജിയാണ്. തമിഴ്നാട്ടിൽ ഒരു 10 കൊല്ലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ കഞ്ഞി കുടിച്ചെന്ന് ശീലിച്ചത്. അന്ന് മുതലേ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഈ കഞ്ഞി കൊണ്ടുവന്നുകൂടാന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഈ റമദാനിക്കാണത് കൊണ്ടുവരാൻ പറ്റിയത്. മട്ടൻ കഞ്ഞി, പിന്നെ ബീഫ് കഞ്ഞി, മസാല കഞ്ഞി, അങ്ങനെ 3 കഞ്ഞിയാണ് ഇവിടെ നമ്മൾ ഈ 10 ദിവസത്തിനുള്ളിൽ കൊടുത്തത്. വൈകുന്നേരം അസർ നമസ്കാര ശേഷമാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. ജാതി മത വ്യത്യാസമില്ല. വരുന്ന എല്ലാവർക്കും മതിയാവോളം കഞ്ഞി റെഡി. ദിവസവും 1000-ലധികം ആളുകളാണ് കഞ്ഞിക്കായി ഇവിടെ എത്തുന്നത്. സ്റ്റാർട്ടിങ് 1000 പേർക്കുള്ളതുള്ളൂ. ഇപ്പം നമ്മൾ ചെമ്പ് ഇത് കൂടി വന്ന് ഒരു 5000 പേർക്ക് കുടിക്കാനുള്ള കഞ്ഞി ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ 1 ലിറ്ററിന് 1 കപ്പാണ് കണക്ക്. പിന്നെ നമ്മൾ കൂടുതൽ പേരുണ്ട് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞാൽ അതിക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കൊടുക്കും. ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും എത്തിയ പാചകക്കാരാണ്. പട്ട, ഗ്രാമ്പ്, ഏലക്കായ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിയില, പുതിന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചേരുന്നത്. മെയിനായിട്ട് ഇതിൽ ബിരിയാണി അരിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ക്ഷീണം കാര്യങ്ങളൊക്കെ നോമ്പ് തുറന്നു കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. അതേപോലെ എത്ര പ്രായമുള്ള ആൾക്കാർക്കും ഇത് ധൈര്യത്തിൽ കുടിക്കാം. ചിലവ് കൂടുതലാണ് മസാലക്കഞ്ഞിക്ക്. എങ്കിലും റംദാൻ 30 വരെ കഞ്ഞി വിതരണം ചെയ്യാനാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. 24 തിരൂർ. ഖത്തറിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ഈദുൽ ഫിത്തർ അവധിക്ക് തുടക്കമായി. ഈ മാസം 16-നാണ് ഇനി പ്രവൃത്തി ദിവസം. അടിയന്തര സേവനങ്ങൾ നൽകുന്ന മന്ത്രാലയങ്ങൾ സമയം പുനഃക്രമീകരിച്ചു. ഏപ്രിൽ 7 മുതലാണ് ഈദുൽ ഫിത്തർ പൊതു അവധി തുടങ്ങുന്നതെങ്കിലും വെള്ളിയും ശനിയും വാരാന്ത്യ അവധിയായതിനാൽ ഇന്ന് ഉച്ചയോടെ തന്നെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 9 ദിവസം നീണ്ടുനിൽക്കുന്ന അവധിക്ക് തുടക്കമായി. രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങൾക്കും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഏപ്രിൽ 7 മുതൽ 15 വരെയാണ് അമീരി ദിവാൻ കഴിഞ്ഞ ദിവസം അവധി പ്രഖ്യാപിച്ചത്. ജനങ്ങൾക്ക് അടിയന്തര സേവനങ്ങൾ നൽകുന്ന ആഭ്യന്തര മന്ത്രാലയം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വിവിധ അടിയന്തര സേവനങ്ങൾക്കുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ വിഭാഗങ്ങൾ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവർത്തിക്കും. ഖത്തർ പ്രൈമറി ഹെൽത്ത് സെന്ററിന് കീഴിലെ 31 ആരോഗ്യ കേന്ദ്രങ്ങളിൽ 20 എണ്ണം അവധി ദിനങ്ങളിലും പ്രവർത്തിക്കും. രാവിലെ 7 മണി മുതൽ രാത്രി 11 വരെ ഈ കേന്ദ്രങ്ങളിലെ ഫാമിലി മെഡിസിൻ വിഭാഗവും അനുബന്ധ സേവനങ്ങളും തുറന്നിരിക്കും. ദന്തപരിചരണവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ രാവിലെ 7 മുതൽ രാത്രി 10 മണി വരെ ഉപയോഗപ്പെടുത്താം. വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനാ കേന്ദ്രമായ ഫഹസിന്റെ അവധി ദിവസങ്ങളിലെ പ്രവർത്തന സമയവും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അൽ മസ്റൂഹ്, മിസൈമിർ ഫഹസ് കേന്ദ്രങ്ങൾ ഈദിന്റെ ആദ്യ ദിവസവും വെള്ളിയാഴ്ചയും അവധിയായിരിക്കും.
മറ്റ് അവധി ദിവസങ്ങളിൽ അൽ മസ്റൂഹ് സ്റ്റേഷൻ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കും. അതേസമയം കേന്ദ്രത്തിലേക്കുള്ള ഗേറ്റുകൾ അരമണിക്കൂർ മുമ്പ് 4:30 തന്നെ അടയ്ക്കും. മിസൈമീർ സ്റ്റേഷൻ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രവർത്തിക്കും. ഗേറ്റുകൾ ഉച്ചയ്ക്ക് 12:30 അടയ്ക്കും. ട്രാഫിക് സേവനങ്ങൾ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ലഭ്യമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അൻവർ പാലേരി, 24, ദോഹ. ഇനി ഇപ്പോൾ കിട്ടിയത്. ഗസയിലെ വെടിനിർത്തലിൽ ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിച്ച അമേരിക്ക. ഗസയിലെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അമേരിക്കൻ നയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ്. താമരശ്ശേരി ചുരത്തിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം, 2 പേർക്ക് പരിക്കേറ്റു. കർണാടകയിൽ നിന്നെത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡൽഹി സർക്കാരിനെതിരെ കേന്ദ്രത്തിന് കത്തയച്ച ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന തനിക്കെതിരെ കള്ളക്കേസ് എടുക്കുന്നുവെന്ന ആരോപണം. അധികാര പരിധിയിൽ വരാത്ത വിഷയങ്ങളിൽ പോലും പ്രതിസ്ഥാനത്ത് നിർത്തി കേസ് നൽകുന്നുവെന്ന് ആരോപണം. പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്.